പൊന്ന് വിളഞ്ഞു നിൽക്കുന്ന പാടത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കണ്ടില്ലേ ഈ നടവരമ്പിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ നെല്ല്, എന്തൊരു ഭംഗിയല്ലേ കാണാൻ, ഗോൾഡൻ കളറ്. ഇവിടെ കൊയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്, കൊയ്ത്ത് മെഷീൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഇങ്ങോട്ട് പാടത്തേക്ക് ഇറങ്ങിക്കാണ്. വൈകിട്ട് സമയമാണ്, സൂര്യൻ ഇങ്ങനെ താഴ്ന്നിറങ്ങണ സമയത്ത് ആ സൂര്യൻ്റെ വെട്ടം ഇങ്ങനെ തട്ടണ സമയത്ത് കണ്ടില്ലേ ശരിക്കും ഒരു ഗോൾഡൻ ടച്ച് തന്നെ നല്ല ലെങ്കി മറിയുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, പ്രശ്നമല്ല, സാധാരണ ഇത്ര നേരത്തൊന്നും ഇവിടെ കൊയ്യാറില്ല. അത് ഇപ്രാവശ്യം നേരത്തെ കൊയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വൈക്കോലൊന്നും ശരിക്കും ഉണക്കം തട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ കൊയ്ത്ത് മെഷീൻ ഇത്തവണ നേരത്തെ എത്തിയോണ്ട് ഇവിടെ കൊയ്യാൻ തുടങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഏരിയയിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് നെല്ല് കൂട്ടിയിട്ടുണ്ടല്ലേ, ആ ഏരിയയിലൊക്കെ നെല്ല് കൂട്ടിയിട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒന്ന് നടന്ന് പോയോ കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ശബ്ദം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ ശബ്ദം നല്ല ഉണ്ട്. ഇതിങ്ങനെ പോണയിലെടുക്കുക, അതിൻ്റെ കൂടെ തന്നെ കൊക്കുകളൊക്കെ ഇങ്ങനെ പാറി ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം അതിൻ്റെ ഇടയിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ കൊയ്ത്ത് മെഷീൻ്റെയും ഈ പാടത്തു നിന്ന് നെല്ല് കൊയ്യുന്നതിൻ്റെ ഒക്കെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. നമുക്ക് ക്യാമറ ഇട്ടൊന്നിങ്ങനെ താഴേക്കൊന്നിങ്ങോട്ട് കൂന്നിരുന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെൽമണികൾ കാണാൻ പറ്റും. ഈ സ്പോട്ടിൽ തന്നെ നമുക്ക് പതുക്കെ ക്യാമറ ഒന്ന് പൊക്കി നോക്കിയാലോ, അതിലും മനോഹരമായിട്ടുള്ള മറ്റൊരു കാഴ്ച. എല്ലാം കൂടി ടോട്ടലി ശരിക്കും നല്ലൊരു വ്യൂ ആട്ടോ അപ്പോൾ ഇവിടുന്ന് കിട്ടണത്. അവിടെ ട്രെയിൻ പോണ്, ഇവിടെ നെല്ല്, ഇവിടെ കൊയ്ത്ത്. ദൂരേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, പാടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കർഷകർ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ ഏരിയകളൊക്കെ കാണുന്നത് വ്യത്യസ്ത, അതായത് പലരുടേതായിട്ടുള്ള കൃഷിഭൂമികളിലാണ് കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഏരിയയിൽ ഒരു കർഷകൻ്റെ കൊയ്ത്ത് കഴിഞ്ഞുള്ള നെല്ലാണ് അവിടെ കൂട്ടിയിട്ടുള്ളത്. ഇപ്പുറത്ത് വേറെ, അവിടെ നെല്ലുകൊണ്ട് കാണുന്നില്ല, അപ്പുറത്ത് വേറെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നതും ഇനിയിപ്പോൾ കൊയ്യാൻ പോകുന്ന ഈ കണ്ടം വേറെ കർഷകൻ്റെ ആണ്. അതിൻ്റെ എൻഡിൽ ആ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് കൂടി വേറൊരു കണ്ടം, ഒരു 4-5 കണ്ടം പോകുന്നുണ്ട്. അതാണ് നമ്മളെ ഏരിയ വരുന്നത്. പിന്നെ അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലൊക്കെ കർഷകർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് എടുക്കണ ഈ വൈക്കോല് നോക്കി കഴിഞ്ഞാൽ അറിയാം ടൈം ആയിട്ടില്ല എന്നുള്ള. ശരിക്കും വൈക്കോലിനൊരു ഉണക്കം ശരിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത് റോളാക്കലൊക്കെ ഇനിയിപ്പോൾ ഓയിൽ കൊണ്ടിട്ട് ഒന്നും കൂടി ഉണങ്ങി കഴിഞ്ഞാൽ പക്ഷെ അത് റോളാക്കലുണ്ടാവുള്ളൂ. ഇതാട്ടോ അതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഡിസംബർ മാസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാലോ മഞ്ഞൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ രാവിലെ വീണ്ടും പാടത്ത് കണ്ടത്തിലേക്ക് ഇറങ്ങിക്കേണ്ട കൊയ്ത്ത് വിശേഷങ്ങളൊക്കെ ആയിട്ട് നോക്കാനും വേണ്ടിയിട്ട്. ഇന്നലെ വൈകിട്ടായപ്പോഴത്തേന് കൊയ്ത്ത് മെഷീൻ ഒരു സൈഡാക്കി. ഇവിടെ നെല്ല് കൊയ്തെടുത്തൊക്കെ നെല്ലിങ്ങനെ മൂടിയിട്ടൊക്കെയാണ്. നമുക്ക് അവിടെ ദൂരം അവിടെ ഒരു കർഷകനുണ്ട്. കർഷകനോട് ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ചോദിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തൊക്കെ വിശേഷം? സുഖമാണ്. പിന്നെ എങ്ങനെയുണ്ട് ഇപ്രാവശ്യം നെല്ല് കാര്യങ്ങളൊക്കെ? നെല്ല് മഴ പെയ്തുകൊണ്ട് കുറച്ച് കുറവ്, പ്രതീക്ഷയിലും ഭയങ്കര വിളവാരി ചെയ്യുന്നു. പക്ഷെ കുറച്ച് ഒരു ലേശം ആ പൂമ്പോടിയിൽ വെള്ളം നിന്ന കാരണം ഒരു കാൽഭാഗം വർധനവ് കുറവുണ്ടല്ലേ? ആ മഴ ആണ് പ്രശ്നം. ഇത്തവണ എന്താ നേരത്തെ കൊയ്യണം? ഇതൊന്നും മൂപ്പ, അതായത് എപ്പോഴും പച്ചയെ തന്നെ നിൽക്കണ്ടല്ല വൈക്കോല് കാര്യങ്ങളൊക്കെ. അടി വലരാഞ്ഞിട്ടും വളം ലാസ്റ്റ് കൊടുത്തത് ഇംഗ്ലീഷ് വളം കൂടിയതിന്റെ പേരിലും ഭൂമി വലരാത്തതിന്റെ പേരിലുമാണ്. അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്തോണ്ടാണ്. കൊയ്ത്ത് മെഷീൻ എങ്ങനെയാ ഇപ്രാവശ്യം ചാർജ് വരുന്നത്? 2600. കഴിഞ്ഞ പ്രാവശ്യം 2800. ടയർ മെഷീൻ ആണെങ്കിൽ 1500 വരെയായിരുന്നു. പക്ഷെ ടയർ ഇവിടെ കൊയ്യാൻ പറ്റൂല, താഴ്ന്നു പോകും. അപ്പൊ ചങ്ങല ആ ബെൽറ്റ് ഉള്ള മെഷീൻ ആയതുകൊണ്ടാണ് ആ ബെൽറ്റിന് പേർക്ക് പെസൽ കായ് വരും. അതിനാണ് ചാർജ് ജാസ്തി വാങ്ങുന്നത്, 2600. പിന്നെ മാത്രമല്ല ഇപ്രാവശ്യം ചേറായ കാരണം ഈ പതുക്കെ മെല്ലെ പോവാനേ പറ്റുള്ളൂ. 1.5 മണിക്കൂർ അടിക്കേണ്ടത് 2 മണിക്കൂർ അടിക്കണം. ചിലയിടത്തൊക്കെ താവും. അപ്പൊ ഈ ചേറായി കഴിഞ്ഞാൽ വൈക്കോല് കുറെ നഷ്ടപ്പെടൂലേ? ആ വൈക്കോല് ഇത് ആണ്ടും കൊണ്ട് കയറി ഇറങ്ങിയാൽ കുറെ പോകും. നിങ്ങളെന്താ രാവിലെ തന്നെ അരിയകത്തിട്ട് അല്ല അരിവാളിട്ട് വന്നിക്കണ്? ഇവിടെ എന്താണ് മെഷീൻ ഓൾറെഡി ഇതൊക്കെ കൊയ്തെടുക്കൂലേ? ആ ഓൾറെഡി എടുക്കും. ഈ വരമ്പിന്റെ സൈഡിൽ നമ്മൾ ഒന്ന് രണ്ട് മുറിച്ചു കൊടുത്താലേ വരമ്പിന്റെ ഭാഗം വരുമ്പോ മെഷീൻ പൊന്തിക്കുമ്പോ
ഇവിടൊക്കെ കുറെ ചിലപ്പം വെട്ടാതെ പോവും, അല്ലെങ്കിൽ മണ്ണ് ഇതിലേക്ക് നെല്ലിലേക്ക് വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അരിക്കത് ലേസം അരിഞ്ഞ് രണ്ടും മാറ്റി കൊടുത്താല് ഇട്ട് കൊടുത്താല് നമ്മൾക്ക് നന്ന് അത് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ മണ്ണ് വരും ഈ അഗ്നൊക്കെ വരമ്പിന് അരുവിന് പിടിച്ചാല്, പിന്നെ ചിലപ്പോ നമ്മള് വീണ്ടും കൊയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഉദാഹരണത്തിന് അത് കണ്ടില്ലേ, ഈ കണ്ടത്തിലെ തലപ്പ് കാണുന്നുണ്ട്. ഈ കണ്ടത്തിലെ കൊയ്ത്ത് കഴിഞ്ഞ അപ്പോൾ അവിടെ നെല്ല് നിൽക്കണ്ടല്ലേ, ഇല്ലാതിരിക്കാൻ അങ്ങനെ ചെയ്യണല്ലേ. ഇപ്പൊ എത്ര ഏരിയ ഇപ്പൊ കൊയ്ത്ത് മെഷീൻ അല്ലാതെ നമ്മള് ബാക്കി പണിക്കാരെ കൊണ്ട് കൊയ്യിപ്പിക്കുകയാണെങ്കിൽ കൊയ്പ്പ് മെതിപ്പിക്കുകയാണെങ്കിൽ അതാണോ ഇതാണോ മെച്ചം? ഒരേക്കർക്ക് 20 ഉറുപ്പ്യ വരും കൊയ്ത് മേയ്ച്ചുമ്പോത്തിന് നാടൻകാരെ കൊണ്ട് പണന്മാർക്ക് ഒരു കരാർ കൊടുക്കണം. 20, 15, 10 മേലെ എങ്ങനെ ആയാലും വരും. 10ന്റെ 20ന്റെയും കൂടി അടിയിലായിരിക്കും. ആ സ്ഥാനത്ത് ഇത് ചിലപ്പോ ഒരു 1-2 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ പരിപാടി പരിപാടി 2000 ചില ഉറുപ്പ്യാണ് ഇപ്പൊ 50 സെന്റ് സ്ഥലം അൽബോകരക്കാക്ക് കൊയ്തിട്ട് 50 മിനിറ്റ് ആയത്. 2600 പ്രകാരം 2400 ഉറുപ്പോളം 2200 ഉറുപ്പോളേ വരുള്ളൂ. പക്ഷെ ആ ഏരിയ കൊയ്യണം എന്നുണ്ടെങ്കിൽ നല്ല ഒരു എങ്ങനെയായാലും ഒരു 5 ഉറുപ്പ്യന്റെ പുറത്ത് വരും. ഇപ്പൊ ഇത്തവണത്തെ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇത്തവണത്തെ നെൽകൃഷി ലാഭകരാണോ? നെൽകൃഷി എന്ന് പറഞ്ഞാൽ നമ്മള് പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ലാഭകരാണ്, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ്. അപ്പൊ അവിടുന്ന് എന്തെങ്കിലും നമ്മള് കൃഷി ചെയ്യുന്നതനുസരിച്ച് ഇപ്പൊ ഹെക്ടറിന് എത്ര കൊടുക്കണം? 8000, 6000? ഒരു 2.5 ഏക്കർക്ക് ഒരു 15-16 ഉറുപ്പ്യ, ഒരു 20 ഉറുപ്പ്യയുടെ അടുത്ത് അവിടുന്ന് കിട്ടും പഞ്ചായത്ത്. അങ്ങനെ ലാഭം വരും, കിട്ടാത്തവർക്ക് നഷ്ടമാണ്. പിന്നെ ഇനി വൈക്കോലും കൂടി ഇതൊക്കെ ഇളക്കിയിട്ട് ഇപ്രാവശ്യം വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ വൈക്കോലൊക്കെ മറിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പച്ച വരും. ഈ വൈക്കോല് മറിച്ചു കൊടുക്കണം പ്രാവശ്യം. ഇതൊക്കെ ഉണക്കെത്തിയിട്ടില്ലല്ലോ, ഉണക്കെത്തിയിട്ടില്ല. അപ്പൊ പ്രാവശ്യം അതിനും കൂടി ഒരു എക്സ്ട്രാ കൂലി കൂടി വരും. പിന്നെ അത് മാത്രല്ല മെഷീനും ഉണ്ട് പ്രാവശ്യം. വൈക്കോല് കെട്ടണം എന്നുണ്ടെങ്കിൽ കുറെ സമയം എടുക്കൂലേ? ഒരു ആഴ്ച പിടിക്കും. ഉണക്ക മെഷീൻ ഉണ്ട് ഇപ്പൊ. മെഷീൻ ഉണ്ടല്ലോ, ഇത് പരത്താൻ മെഷീൻ ഉണ്ട്, മെഷീൻ ഉണ്ട്, കെട്ടാനും മെഷീൻ ഉണ്ട്. കെട്ടാനും ഉണ്ട്, പരത്താനും മെഷീൻ ഉണ്ട്. മെഷീൻ സംവിധാനം അല്ലേ? അത് ആദ്യം ഒരു മെഷീൻ ഇങ്ങനെ പരത്തിയിട്ടിട്ട് പിന്നെ ഇങ്ങനെ കെട്ടി വരുമ്പോ പക്ഷെ മണിക്കൂറിന് പൈസ വേണമെന്ന് മാത്രം.